ഇന്ന് ദീപാവലി അല്ലേ അമ്മു? തുറവൂരമ്പലത്തിലെ കളിയുള്ള ദിവസം. ഞാൻ വേഷം കെട്ടാൻ തുടങ്ങിയിട്ട് ഇത് മുടങ്ങണത് ആദ്യമാണ്. കഴിഞ്ഞ വർഷം അവിടെ കളിച്ചത് പ്രഹ്ലാദചരിതമായിരുന്നു. കളി കണ്ടു കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് പണിക്കരാശൻ എൻ്റെ തലയ്ക്ക് കൈവച്ചു പറഞ്ഞു, ഭാവിയുണ്ട്, അതെന്നെ പോലെ പാഴാക്കി കളയരുതെന്ന്. ഭാവി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന നാൽക്കവലകൾ. അല്ലാണ്ട് എന്താ അമ്മു ഈ ഭാവി? ഈയിടെയായി മുഖത്ത് വരുന്ന ഒരേ ഒരു ഭാവമേ ഉള്ളൂ, ഭയം. ഒരു ജനസാഗരത്തിനിടയിലും ഏകനായി അനുഭവപ്പെടുന്നവൻ്റെ നിസ്സഹായത. അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. നിനക്കെഴുതുന്ന ഈ കത്തുകളുടെ ആശ്രയം കൂടി ഇല്ലായിരുന്നു വെച്ചാൽ ഞാൻ ഈ നഗരവേഗങ്ങളിൽ എപ്പോഴോ തകർന്നു പോയാന്. ഇടയ്ക്ക് എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത മൂഷിച്ചില്ല, മനസ്സിന് ഒരു അസ്വസ്ഥത. നാളെ അവധിയാ, അമ്പലം വരെ പോകണം, മനസ്സ് നിറഞ്ഞൊന്ന് തൊഴണം. ഇനിയിപ്പോ ലണ്ടൻ പുരത്തപ്പൻ തന്നെ ശരണം. ഇലക്ഷൻ അവര് നടത്തട്ടെ. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലണ്ടനിൽ മലയാളി അസോസിയേഷൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇത്രയും കാലം ഇല്ലാത്തൊരു ഇലക്ഷൻ, അതും ഞാൻ പ്രസിഡന്റ് ആകേണ്ട കൊല്ലം വന്നപ്പോ എങ്ങനെ ഉണ്ടായി? അമ്മൂനറിയാലോ, കഥകളിയില് ഞാൻ ചെയ്യാത്ത ഒരു വേഷം ഉണ്ടായിരുന്നുള്ളൂ, കുശിനിക്കാരൻ. ഇപ്പൊ അതുമായി. ആ വേഷം ഈ നഗരവീഥികളിൽ അടി തീർക്കാനായിരിക്കും എൻ്റെ യോഗം. ഈ ചമയങ്ങളില്ലാത്ത അഭിനയം ഇത്തിരി കഠിനം തന്നെ കേട്ടോ. കളിയിൽ ഈ ചായം മുഖത്ത് തേക്കുമ്പോൾ കഥാപാത്രങ്ങൾ രക്തത്തിലേക്ക് അലിയും. പിന്നെ ആടി തന്നെ വേണം അവർ ദേഹം വിട്ടു പോവാൻ. ഇതിപ്പോ പറ. അത് ശരി. ഹൗസ് നമ്പർ 215. ഡെലിവറി കഴിഞ്ഞിട്ട് താൻ ഇവിടെ നിന്നാ മതി കേട്ടോ. ആരോടൊന്ന് ചോദിക്കുക. എത്രയായി? 14 pounds. Keep it with you. Thank you. Hi everyone. ആഹാ, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ സ്കൂളൊക്കെ എങ്ങനെ പോകുന്നടി? It's alright. സാലി ചേച്ചി, ഇവിടുത്തെ മലയാളം ഒന്നും പറയത്തില്ലേ? നാട്ടിൽ നിന്ന് വന്നടക്കി എന്നാ രസമായിരുന്നു അവളുടെ മലയാളം കേൾക്കാൻ. അവൾക്ക് മലയാളം പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറയത്തില്ലെന്നേ. അത് ഇവിടെ വളർന്ന പിള്ളേരൊക്കെ ഇങ്ങനെ. എൻ്റെ ഓഫീസിലും കൊണ്ട് ഒരുത്തൻ 1-2 തവണ മലയാളം പറയാൻ പറഞ്ഞപ്പോൾ അവൻ പറയുക, ഡോണ്ട് ടോക്ക് ടു മീ ഇൻ മലയാളം. ശരി സാഹിബ് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. ഈ പിള്ളേര് പിസ്സ കഴിച്ചു കഴിഞ്ഞോ? എടുത്തങ്ങ് വെച്ചേക്കാം. എടുത്തേ. എന്തൊക്കെ ദോഷം പറഞ്ഞാലും ശരി, ഈ ഒരു കാര്യത്തിന് ഈസ്റ്റാൻ കൊള്ളാം. ഓർഡർ കൊടുത്താലേ ബീഫ് ഉലത്തിയത് വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന സ്ഥലം യൂറോപ്പിൽ പിന്നെ എവിടെയാ? എനിക്ക് മലയാളികളുടെ കാര്യം ഇതാ മനസ്സിലാകത്ത്. എന്നും തോരനും ഇറച്ചി വളർത്തിയത് കഴിച്ചാലും പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ അത് തന്നെ വീണ്ടും അടച്ചു. പിന്നെ ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിസ്സ, അല്ലെങ്കിൽ മാക്സിമം ഒരു ചൈനീസ്. കേട്ടോ സാലി ചേച്ചി, ഇവളുടെ നിർബന്ധം കൊണ്ട് ഇന്നലെ ഒരു പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റിൽ കയറി. ദോഷം പറയുന്നല്ലോ, ഇടിവെട്ട് ഫുഡായിരുന്നു. ആയിരുന്നല്ലോ, അതാ ഞാൻ പറഞ്ഞേ. ഈ രാജ്യത്ത് വന്ന് ഇവിടെ കാണാനുള്ളതെല്ലാം കാണുകയും രുചിക്കാനുള്ളതെല്ലാം രുചിക്കുകയും ചെയ്യാതെ ചുമ്മാ കയ്യിലെ പൗണ്ടും കെട്ടിപ്പിടിച്ച് വീട്ടിരുന്നിട്ട് എന്നാ കാര്യമാ? ആർക്കു വേണ്ടി സമ്പാദിച്ചു കൂട്ടണത്? ഈ പിള്ളേർക്ക് വേണ്ടിയോ? ഇതുങ്ങളൊക്കെ വയസ്സായി തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജിമ്മി, നീ കഴിക്കാതിരിക്കുന്നതിന് മുമ്പ് അമ്മച്ചൊന്ന് കാണും. ആ ഫ്യൂണറലിന് പോയി തണുപ്പടിച്ചിട്ടായിരിക്കും, കുറച്ച് വലിവുണ്ട്. അമ്മച്ചിക്ക് തണുപ്പത്തിറങ്ങി നിറയ്ക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? നീ എൻ്റെ കാര്യം കളേ, ഇത് 2 ദിവസത്തിൽ അങ്ങ് ശരിയാകും. നിങ്ങളിത് എവിടെ പോയിട്ട് വരുന്ന വഴിയാ? ഞങ്ങൾ സ്കോട്ട്ലൻഡ് വരെ ഒന്ന് പോയാൽ പറ്റി. ഗ്ലാസ്കോ, എഡിൻബ്ര എല്ലായിടത്തും ചുറ്റിക്കറങ്ങി. എന്നാ ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നെന്നറിയോ? കൊണ്ടുപോയിട്ടില്ല അമ്മച്ചിയെ? എവിടെ? അമ്മച്ചയും കൊണ്ട് ഒരിടവും കാണാൻ പോകാൻ ഞങ്ങൾക്ക് ഒത്തിട്ടില്ല. അതെങ്ങനെയാ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കഞ്ഞിയും ചീരകളല്ലാതെ അമ്മച്ചിക്ക് പറ്റില്ലല്ലോ. നടന്ന് കാണാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടേ. അല്ലെങ്കിലും ഈ പ്രായത്തിൽ ഇനി എന്നെ കാണാനാ? ജോയോട് എന്നെ ഇവിടെ ആക്കിച്ചു പൊക്കോളാൻ പറഞ്ഞ അവൻ കേൾക്കത്തുമില്ല.
സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുമ്പോഴാണ് ചുമയ്ക്കുന്നത്. ആ നല്ല പനിക്കുന്നുണ്ടല്ലോ. സാലി, നീ മരുന്നും ചേർത്ത് നീ അമ്മച്ചി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. താങ്ക്സ്. I'll take your order, madam. രാജേഷ് പറഞ്ഞാൽ മതി. ഇവള് ഫിഷ് തരുന്നേ എന്തുവാണ് ഇവിടെ കൊള്ളാവുന്നത്? I will order. It's my treat. It's my treat. One pue ratatouille. One beef stroganoff. And for her, it's croquette breaded. Thank you, sir. Fair pieces, your play. Merci, monsieur. ഈ ഫ്രഞ്ച് സംസാരിക്കുന്നതോട് ഫ്രഞ്ച് പെണ്ണുങ്ങൾക്കൊരു പ്രത്യേക ഈ സിബിന്റെ മലയാളം കേട്ട് ഇവിടെ പഠിച്ചോളാന്ന് പറയില്ല കേട്ടോ. ഹേയ്, ഞാനാകെ മലയാളം സംസാരിക്കുന്ന ഇവനോടാണ്. പണ്ട് അപ്പം കുത്തിപ്പിടിച്ചെടുത്ത് മലയാളം പഠിപ്പിക്കായിരുന്നു. അന്നത് വെറുത്തിരുന്നെങ്കിലും ഇന്ന് അതുകൊണ്ട് ചില പ്രയോജനമൊക്കെ ഉണ്ട്. ഇതിന് മദാമിക്ക് അറിയാത്ത ഭാഷയിലിരുന്ന് കമൻ്റ് അടിക്കാനും. ആ പിന്നെ കമൻ്റ് അടിയിൽ ഡോക്ടറേറ്റ് ആണ് അദ്ദേഹം. ഇപ്പം ഇരിക്കാൻ ഇരിപ്പുണ്ടില്ലേ ഡീസൻ്റ് ആയിട്ട്. ഡേ നാട്ടിക്കല്ലേ, ഇതാ എത്ര ദിവസമായിട്ട് നിന്നെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിന്റെ എല്ലാ ഗുഡ് ബോയ് ഇമേജും പൊളിച്ചടിക്ക് തരുന്നുണ്ട്. വെൽ, മിസ്സസ് ഗൗരി രാജേഷ്, ഹൗ ഈസ് ബ്രിട്ടീഷ് ജീവിതം? അതിപ്പോ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. കണ്ടെടുത്തോളം വലിയ കുഴപ്പമില്ല. ഐ എം ഷുവർ യു ഹാവൻറ്റ് ഗോൺ ഔട്ട് എനിവെയർ. ഇവനല്ലേ ആള് രാവിലെ മുതൽ മുറി അടച്ചിട്ടിരുന്ന് പ്ലേ സ്റ്റേഷൻ കളിക്കലാണ് ഇവൻ്റെ മെയിൻ ഹോബി. ആൻഡ് നൗ ഹി ഹാസ് അനദർ ഗുഡ് റീസൺ ടു സ്റ്റേ ഹോം. യു. ഓക്കെ, വൈ ഡോണ്ട് വി ഡു ദിസ്? ഈ വീക്കെൻഡിൽ കൺട്രി സൈഡ് ഒരു ബൈക്കിംഗ് ട്രിപ്പ്. വാട്ട് യു സേ? അവനെ നോക്കണ്ട, അവൻ നോ പറയില്ല. അവൻ നോ പറഞ്ഞാലേ അവൻ്റെ ബാച്ചിലർ ക്യാൻ ഓഫ് വേംസ് ഓരോന്ന് കഴിഞ്ഞ് പുറത്തു വരും. ഇതുപോലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ശത്രുക്കൾ അന്വേഷണം നടക്കണ്ട. എനിക്കൊരു 4 പേരുടാ. യാ ഓഫ് കോഴ്സ്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച് കുത്തുകൊടുക്കുന്ന കാണണമെങ്കിലേ കുറച്ച് അധികം നാൾ കാത്തിരിക്കേണ്ടി വരും. இப்போ இங்கே இங்கேயா இப்போ அங்கேயா சரசு உனக்கு வல்ல ஆവശ്யம் இருக்கா ஏணி எல்லாம் போட்டு அந்த லைட் எல்லாம் போடுறதுக்கு அப்புறம் தீபாவளி அன்று விளக்கு கத்திக்காம எப்படி? ஆமாம் மசிலாத் அந்த சாய்ப்பு கேட்டேன். டஸ் கிறிஸ்மஸ் கம் in October for you. அப்போ உங்களால் சொல்லக்கூடாதா? தீபாவளி இஸ் an Indian festival. When Lord Rama came back to this country, ஐயோ பார்த்து மெதுவா. Okay. When Lord Rama came back to this country, the whole country was lit up with lights. அப்பதானே நம்ம கல்ச்சர் என்னன்னு அவருக்கும் தெரியும். பொண்ணு தாயே யசோதே, ரோட்டு கூட போன சாய்ப்பெல்லாம் இந்தியன் கல்ச்சர் படிப்பிக்க நான் யாரு? சுவாமி விவேகானந்தனா? என்னங்க நம்ம இந்தியா போகிறது என்ன ஆச்சு? ஓ பாப்போம். அல்ல, இந்தியாவில் ஆயிருந்தா இந்த மாதிரி கால் ஒடிஞ்சு கிடக்க வேண்டாமா? இனி 2 வாரம் வீட்டு வேலை எப்படி செய்யறதுன்னு யோசிச்சு பார்க்குறேன். சரசு, உன்னோட காலும் இந்தியாவும் தமிழ் என்ன சம்பந்தம்? ശരി, കുറച്ച് നാളായിട്ട് ഞാനും വിചാരിക്കുന്നു നമുക്കൊരു സെർവൻറ്റിനെ വെച്ചാലോ എന്ന്. 2 നാൾ വന്ന് ക്ലീനിങ് ആവത് പണിയിട്ട് പോனால் உன்னோட ஸ்ட்ரெஸ் அவ்வளோ குறைஞ்சு கிட்டும். லெட் அஸ் see. நான் ஹாஸ்பிட்டலில் சொல்லி வச்சிருக்கேன், பார்ப்போம். இல்லை வேணாம், அதெல்லாம் தேவையில்லை. ഇവിടുത്തെ കാരെല്ലാം ക്ലീൻ பண்ண എനിക്ക് പിടിക്കാതെ. നീ ആരെയും പിടിക്കുന്ന ആലോചിച്ച് വറി ചെയ്യണ്ട. ലെറ്റ് മീ വറി അബൌട്ട് ഇറ്റ് ആൻഡ് യു ഗെറ്റ് ഗുഡ് റെസ്റ്റ്. சொன்னாலும் புரிய மாட்டேன்னா